ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മുംബൈ വീണ്ടും ഒരു ചീറ്റിംഗ് നടത്തിയോ? മുംബൈയുടെ പേരിൽ ഇപ്പോൾ കുറേ അധികം അലിഗേഷൻസ് പുറത്തേക്ക് വരികയാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുംബൈ വേഴ്സസ് പഞ്ചാബ് കിങ്സ് മാച്ച് നടന്നിരുന്നു. ആ ഒരു മാച്ചിൽ 9 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മാച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വിവാദങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ആ ഒരു മാച്ചിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. 15ാമത്തെ ഓവർ മുംബൈ ഇന്ത്യൻസ് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു അർഷദീപ് ഒരു ബോൾ എറിഞ്ഞു. അത് വൈഡ് യോർക്കറായിട്ടായിരുന്നു പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് അമ്പയർ വൈഡൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഡഗ് ഔട്ട് ഇരുന്ന് ടിം ഡേവിഡും കരൺ പൊളാർഡും അവർ പറയുന്നുണ്ട് വൈഡാണ് സൂര്യകുമാർ യാദവിനോട് അത് DRS കൊടുക്കാറുണ്ട്. അത് ഡഗ് ഔട്ട് ഇരുന്ന ആ ഒരു റീപ്ലേ കണ്ടിട്ടാണ് ടിം ഡേവിഡും അതുപോലെ കരൺ പൊളാർഡും പറയുന്നത് റിവ്യൂ കൊടുക്കാറുണ്ട്. അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സൂര്യകുമാർ യാദവ് ഇത് കാണുകയും അദ്ദേഹം റിവ്യൂ കൊടുക്കുകയും ചെയ്തു. എന്തായാലും അമ്പയർ അത് റിവ്യൂ ചെയ്യാൻ പോയി. ആ ഒരു സമയത്ത് സാംകരൻ അമ്പയറിനോട് വന്ന് പറയുന്നുണ്ട്, അതായത് അവർ ഡഗ് ഔട്ട് ഇരുന്ന് പറഞ്ഞു കൊടുത്തെയാണ് റിവ്യൂ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട്. അമ്പയർ ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അമ്പയർ ആണെങ്കിൽ തേർഡ് അമ്പയറിന് റിവ്യൂ കൊടുത്തു. എന്തായാലും മറ്റൊരു കാര്യം കൂടെ പുറത്തേക്ക് വരുന്നത്, ആ ഒരു 15 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു റിവ്യൂ അമ്പയർ കൊടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഫൈനലി BCCI ഇതിനെതിരെ നടപടിയുമായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് ഒരു ലെവൽ 1 കുറ്റമാണെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20% മാച്ച് ഫീസ് ഇരുവരുടെയും കുറയ്ക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ്